കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് എന്തും വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവക്കാരാണ് ഈ അപ്പനും മകനും. മഹാനട മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ അങ്ങോട്ട് നോക്കി. പെൻഷന് ഓരോരോ നേതാക്കന്മാരെത്തിയെത്തു, പിണറായിന്റെ എത്തിയെത്തും, വേറെ ലെവലിൽ എത്തിയെത്തു, പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ഇന്ന് കളിക്കുന്നില്ലേ? അതേമാതിരി ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച എന്താണെന്നോ മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എത്തിയെത്തി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം തിരിച്ചു തരുമെന്ന്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ ഇങ്ങനത്തെ കളി കളിക്കണം. ഇതിലും ഭേദം ഞാനൊന്നും പറയുന്നില്ല. ഉമ്മൻചാണ്ടി കാലത്തതിനേക്കാൾ കൂടിയ പെൻഷൻ, ക്ഷേമ പെൻഷൻ LDF സർക്കാർ, പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം പല ഘട്ടങ്ങളായി ഉയർത്തി കൊടുക്കുന്നുവെന്നും കൂടുതലുമാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ഷേമമായാലും വികസനമായാലും പറയേണ്ടത്. പക്ഷെ അതിന് ഒരു വയോധികനെ ജാഥയിൽ കരുവാക്കിയോ? സജി ശ്രീ റാഷിദ്, ഒരു കാര്യം, അത്തരത്തിലുള്ള പല ചിത്രീകരണങ്ങളും നടക്കും. ഒന്ന്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത് അവരുടെ ജീവിതാനുഭവമാണ്. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു PR എക്സസൈസ് നടത്തേണ്ട കാര്യവുമില്ല. ആ വ്യക്തി പിന്നീട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ലേശം പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകണമെന്ന് ഞാനിട്ട് കരുതുന്നുമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 62 ലക്ഷം ഗുണഭോക്താക്കൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അവർക്ക് 2016 ഈ സംഭവത്തോടു കൂടി ആ ജാഥ തന്നെ, വികസന മുന്നേറ്റ ജാഥ തന്നെ ഒരു പരിഹാസ ജാഥയായി മാറി എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. അല്ല, അതിൽ അവർ ഏത് രീതിയിലും പറഞ്ഞോട്ടെ, അതിലൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ നീയായിട്ട് പോയി പറഞ്ഞല്ലേ കണ്ടിരുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഒന്ന്, ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും താങ്കൾ ക്ഷേമ പെൻഷന്റെ കാര്യം പറയണം, ഞാൻ അതിന് സമയം തരികയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ഇടപെടുന്നത് സജീഷ്? ഒറ്റ ക്ലാരിറ്റിയും കൂടെ. PR എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ നിങ്ങൾ രണ്ടു കൂട്ടരും അങ്ങോട്ട് നിങ്ങൾ ക്ലാരിറ്റി വരുത്ത റാഷിദ്. ഞാൻ എണീക്കുകയാണ് കേട്ടോ. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. റാഷിദ്, ഒരു കാര്യം, നിങ്ങൾ ക്ലാരിറ്റി വരുത്ത. ഞാൻ എണീക്കുകയാണ്. ഒരു വാചകം പറയാൻ അനുവദിക്കാത്തതാണ് ചർച്ചയെങ്കിൽ നിങ്ങൾ തുറന്നോളൂ, എനിക്കതിന് താല്പര്യമില്ല. കാരണം ഒന്നാമത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾ ഉൾപ്പെടെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ, എന്നാലും വെറുതെ ചോദിക്കുക. ഞാൻ ഇരിക്കണോ അല്ല, താങ്കൾക്ക് സ്വതന്ത്രമായി ചർച്ച നടത്താം, താങ്കൾക്ക് ഏത് രീതിയിലും കാര്യങ്ങൾ അവതരിപ്പിക്കാം, അതിനൊന്നും ഞാൻ തടസ്സമല്ല. എനിക്ക് പറയാൻ സ്വതന്ത്രമായി സമയം അനുവദിക്കുമെങ്കിൽ മാത്രം സജീഷിന്റെ പ്രശ്നം ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞോളൂ. അതിന് ഇത്രയൊക്കെ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ ശ്രീ സജീഷ്? ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ല. നിനക്ക് വിഷമമായ? എനിക്ക് വിഷമമായി. റാഷിദ്, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു വേർഷൻ പറയാൻ പോലും മനോരമയിലൊന്നും അനുവദിക്കാറില്ല. എങ്കിലും കിട്ടാവുന്ന സമയം വെച്ച് ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഈ
സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. ഈ ജാഥ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചാരണങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനാണ്. അത് നീ അങ്ങനെ പറയൂ, നീ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. ആ നിങ്ങൾക്ക് അതിൽ confidence ഉണ്ടെങ്കിൽ അലോസരമുണ്ടെങ്കിൽ താങ്കൾ അതിൽ എന്റെ നിങ്ങൾ ചോദ്യം അലോസരപ്പെട്ടിരിക്കുക നേരിട്ടാ എന്നുള്ളതല്ലാതെ മറ്റു നിർവാഹമില്ല. ഞങ്ങളുടെ ഏക മാർഗമാണ് ജനങ്ങളുമായി സംവദിക്കാൻ ഈ ടെലിവിഷൻ സംവാദമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു അബദ്ധ ധാരണ മാത്രമാണ്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. മനോഹരം, ഗംഭീരം. ഞാൻ ഞങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾ അരിഷ്ടിച്ച് നൽകുന്ന സമയത്തിനിടയിലൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിന് ചോദിച്ചിട്ട് പോലുമില്ല, ആവർത്തിച്ചു എന്ന് താങ്കൾ പറയാൻ എനിക്ക് പറ്റില്ല തന്നെ. അങ്ങേറ്റം പ്രയാസപ്പെടുന്നത് ഒറ്റ കാര്യമുള്ളൂ ശ്രീ സജീഷ്. എന്റെ ചോദ്യം ഇതായിരുന്നു, പി ആർ എന്ന് നിങ്ങൾ പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതിനകത്ത് പി ആർ ഉണ്ട്? പറയൂ. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എനിക്ക് സ്വസ്ഥമായി കുറച്ച് സമയം അനുവദിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഒരു PR സംഘടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ ചോദ്യം എന്തായിരുന്നു? എന്താണ് കേരളം ഇങ്ങനെ വികസിക്കുന്നത് മറ്റിടത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ബംഗാളിൽ നിന്ന് വന്ന വ്യക്തിക്ക് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഷാഫി പറമ്പിൽ അപ്പുറം എന്ന് പറയുന്നതിന് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞ സീനൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് PR എന്ന് പറയുന്നത്. അപ്പുറം ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഒരു വീട്ടിൽ ഓടിപ്പോയി പഴയ മോഹൻലാൽ ചിത്രം ഓർമ്മിക്കുന്ന രീതിയിൽ കപ്പ വെന്തോ എന്ന് നോക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടു. അതേ നമ്മുടെ 1970-80 കാലഘട്ടത്തിലെ സിനിമയിൽ മോഹൻലാലും മറ്റും അവതരിപ്പിച്ച രാജാവിൻ്റെ മകനാണ് സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാലത്തുള്ള PR-കളാണ്. ആ PR-കൾ ആവർത്തിക്കാനാണ് ഇപ്പോൾ കനകോലു ഇവിടെ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ PR ഇവർ വളരെ അബദ്ധമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് PR എന്ന് പറയുന്നത്. കാരണം എന്താണ്? അത് പറയേണ്ട കാര്യമില്ല, അത് ആളുകളുടെ മുന്നിലുണ്ട്. എന്നെ ഇപ്പോൾ ആണോ വിളിച്ചതിന് ശേഷമാണോ എന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ഉൾപ്പെടെ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത വളരെ കൃത്യമായി കണ്ടിട്ടുണ്ട്. അപ്പുറത്ത് പിന്നെ വേറെ വടകരയിലെ ഒരു വീഡിയോ കണ്ട ആളുകൾ ഞെട്ടിപ്പോകും. ഇങ്ങനെ എന്തോ ഒരു എന്താണ് വാത കൂടിയതുപോലെ ആളുകൾക്കിടയിൽ കൂടെ ഓടുന്ന ഒരു ഷാഫി പറമ്പിലിന്റെ ചിത്രമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ PR എന്ന് പറയുന്നത്. ഒരു സിനിമ ഡയലോഗ് ഓർമ്മ തന്നെ, മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുക്കൂ എന്ന് പറഞ്ഞ പരിപാടി. മൊയ്തീനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് മാറ്റി മാറ്റി പറയിപ്പിക്കുന്നത്. ഒരു മടുപ്പൊക്കെ ഇല്ല മാഷെ ഇതൊക്കെ ചെയ്യുന്നതിന്? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഉള്ളിൽ സങ്കടം ഉണ്ട്. മൊയ്തീൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് പോലും. അപ്പോൾ വെറുതെ ഇത് നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പറയാൻ പാടില്ല. PR പ്രചരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെയൊക്കെ പ്രചരണം നടത്തുന്നതല്ലേ, അതിലൊരു മര്യാദയൊക്കെ വേണം എന്നുള്ളതാണ്. വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ യാഥാർത്ഥ്യബോധം ഇല്ലാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ മാഷിൻ്റെ ജാഥ വരുമ്പോൾ മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, അതിഥി തൊഴിലാളികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് പറഞ്ഞ് പഠിപ്പിച്ച് വിളിപ്പിച്ചതല്ലേ അല്ലേ? അതെന്ത് പരിപാടിയായിരുന്നു? മാഷ് ഇത്ര ഘോരമായൊരു പ്രസംഗം നടത്തിയത് മിക്കവാറും ഈ പ്രസംഗം കേട്ടവരൊക്കെ ആ കുതിരവട്ടത്ത് ചിത്രരോഗ ആശുപത്രിയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇദ്ദേഹത്തെ പോലൊരു ബുദ്ധിജീവിയെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല മൊത്തം നാട്ടുകാരുടെ ഒരു ഭാഗ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ചോദിക്കട്ടെ, ന്യൂയോർക്കിൽ പോയി വാടകയ്ക്ക് എടുത്ത ഒരു ഇരുമ്പ് കസേരയിൽ ടൈംസ് സ്ക്വയറിൽ പിണറായി വിജയൻ ഇരുത്തിയല്ലോ. നിങ്ങൾ മറ്റേ ബ്രിട്ടനിൽ പോയി മറ്റേ മണിയടിച്ചല്ലോ, മറ്റേ എന്താ കിഫ്ബിക്ക് ഫണ്ടുണ്ടാക്കാനെന്നും പറഞ്ഞിട്ട് പാകാവാത്ത ഒരു കോട്ട് പിണറായി വിജയനെ കൊണ്ട് ഇടിയിച്ച ആ മനുഷ്യനെ നാണം കെടുത്തില്ലേ നിങ്ങൾ? അതെന്ത് പരിപാടിയായിരുന്നു? അതിന്റെ പേര് PR എന്നാണോ? അതൊന്നും ആലോചിക്കണം. അമേരിക്ക പോലും കേരളത്തിലേക്ക് വിളിച്ച് കോവിഡിന്റെ സമയത്ത് മാസ്ക് ഉണ്ടോ, PPE കിറ്റ് ഉണ്ടോ, മരുന്നുണ്ടോ, വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്?
അന്ന് നിങ്ങൾ കോവിഡിനെ പിടിച്ചു കെട്ടി, നിപ്പയെ പിടിച്ചു കെട്ടി, അമീബിക് മസ്തിഷ്ക ജ്വരം പിടിച്ചു കെട്ടി, വൈറോളജി ലാബ് കൊണ്ടുവന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. കോവിഡ് ഉണ്ട്, നിപ്പയുണ്ട്, മസ്തിഷ്ക ജ്വരമുണ്ട്, വൈറോളജി ലാബ് കൊണ്ടുവന്നില്ല. എന്തൊക്കെ തള്ളലായിരുന്നു, എന്തൊക്കെ തള്ളല്. അതിനെയാണ് PR എന്ന് പറയാ. വലിയ ആളാവണ്ട. നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞതുപോലെ വാഴകൾ തഴച്ചു വളരട്ടെ.